നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. അതിനുശേഷം ആ ആപ്ലിക്കേഷനൊക്കെ ഫോണിൽ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അത്യാവശ്യ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലേ സ്റ്റോർ തുറന്നാൽ പ്ലേ സ്റ്റോറിന് സ്പേസ് ഇല്ല എന്ന് പറയും. നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ആപ്ലിക്കേഷനും ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് അത് അൺഇൻസ്റ്റാൾ ചെയ്യും. നമ്മളെ ഫോണിലുള്ള ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് പ്ലേ സ്റ്റോറിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന നേരം സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് പ്ലേ സ്റ്റോറിലുള്ള ചെറിയൊരു സെറ്റിങ്സ് നമ്മൾ മാറ്റം വരുത്തണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. മേലെ വലതുഭാഗത്ത് നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഏറ്റവും മേലെ ജനറൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആർക്കൈവിലേക്ക് വിടും. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ എഴുതിക്ക് ആപ്സ് ദാറ്റ് യു യൂസ് റയർലി വിൽ ബി ആർക്കൈവ്ഡ് വെൻ യുവർ സ്റ്റോറേജ് റൺസ് ലോ. നമ്മളെ സ്റ്റോറേജ് വളരെ കുറേ നേരം ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസൊക്കെ, നമ്മൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കൈവിലേക്ക് വിടും. ഇങ്ങനെ നമുക്ക് ഫോണിൽ സ്റ്റോറേജ് കിട്ടുകയും ചെയ്യും, ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. അതിനെന്ത് ചെയ്യണോ? ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ. ഈ ബട്ടൺ ഓൺ ആക്കിയിരുന്നു. ഡീഫാൾട്ടായിട്ട് ഇത് ഓണിലുണ്ടാകുക. പക്ഷേ എല്ലാ കാരണവശാലും നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫാണെങ്കിൽ ഒന്ന് ഓൺ ആക്കിയിട്ടേക്കുക. ഇത് ഓഫിലാണെങ്കിൽ ഇങ്ങനൊരു ഫെസിലിറ്റി കിട്ടുകയില്ല, ഓണിലായിരിക്കണം. അപ്പം അത് ഓണാണെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ലേൺ മോർ എന്നിലോട്ട് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതിക്ക് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാൻ വ്യക്തമായിട്ട് എഴുതിക്ക് അതെല്ലാം വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. സംഭവം വളരെ ഉപകാരമുള്ള നല്ലൊരു ഫീച്ചറാണ്, നല്ലൊരു സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സ് മാറ്റം വരുത്തി വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനോടെങ്കിൽ നിങ്ങളെപ്പോലെ അറിയാത്ത വേറെ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.